ഹായ് ഓൾ, ഇറ്റ്സ് ഫ്രൈഡേ മോർണിംഗ്. ഞാൻ എണീറ്റപ്പോഴേക്ക് അമ്മ ഇഡ്ഡലിയുടെ മാവൊക്കെ ശരിയാക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഞാൻ തീയിൽ വെച്ചിരുന്നു. തേങ്ങ വറുത്തതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം, മുഴുവൻ കുരുമുളക് ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തു. അത് തണുക്കാൻ വെച്ചിട്ട് വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തു. വെളിച്ചെണ്ണയിലേക്ക് കടുക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഇത്തിരി ചക്കക്കുരു. തീയെല്ലാം ആഡ് ചെയ്യാനായിട്ട് അമ്മ ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കുന്നുണ്ട്. അത് ചോദിക്കുന്നതാണ് നിലു. വഴുതനങ്ങയും തക്കാളിയും കൂടിയിട്ട് ലേശം പുളിവെള്ളം ഒഴിച്ച് അത് വേവുമ്പോഴേക്ക് നമ്മുടെ അരപ്പ് വെള്ളം തൊടാതെ അരച്ചെടുക്കാം. അതിലേക്ക് ഉണക്കച്ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും ഇത്തിരി ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ തീയൽ റെഡിയായി. ഇന്നലെ കിട്ടിയ ചുവന്ന മീൻ ഞാൻ അരപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞിട്ട് തീയലൊന്ന് ചൂടാക്കി എടുത്ത് മാറ്റി അങ്ങ് വറുത്തെടുത്തു. ഇഡ്ഡലിത്തട്ട് എടുക്കാനുള്ള എൻ്റെ പെടാപ്പാടാണ് കാണുന്നത്. അങ്ങനെ ഇഡ്ഡലിത്തട്ട് എടുത്ത് റെഡിയാക്കി തന്ന മാവെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കി. കുക്കു നിന്ന് ഇഡ്ഡലിയാണ് കൊടുത്തു വിടുന്നത്. ഇഡ്ഡലിയും ചമ്മന്തിയും തീയലും പിന്നെ പതിവ് പോലെ കാടമുട്ടയും വെച്ചിട്ടുണ്ട്. റെസിപ്പീസ് ലോങ് വീഡിയോ ആയിട്ട് ദ നെറ്റോസ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 6K സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിലും അവിടെ കാര്യം കഷ്ടത്തിലാട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് യൂട്യൂബിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ്. നമുക്കിനി നാളെ കാണാം. ബൈ.